ഒടുവിൽ തീരുമാനം വന്നു, കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. ഞാനിങ്ങനൊരു തീരുമാനം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓർത്തത് ഒന്നുമില്ലെങ്കിൽ അധീർ രഞ്ജൻ ചൗധരി പങ്കെടുക്കും, ഒരു പേരിന് പങ്കെടുത്തു എന്നുമായി വലിയ ഗൗരവമായിട്ട് ചെയ്തില്ല അങ്ങനെ പറഞ്ഞു നീക്കാമായിരുന്നു. ഇതിപ്പോൾ വലിയ മണ്ടത്തരമായിപ്പോയി കോൺഗ്രസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കോൺഗ്രസിനോട് സഹതാപം ഉണ്ടായിട്ടില്ല. ബി ജെ പി ഇതിൽ ശരിക്കും മുതലെടുപ്പ് നടത്തും. ബി ജെ പി മാത്രമല്ല, മറ്റ് പാർട്ടികളും ഒക്കെ മുതലെടുപ്പ് നടത്തും. കാരണം ഒരു കോമൺ അസറ്റായിട്ട് വരുന്ന ഒരു ക്ഷേത്രം, അതും സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത കേസ്, മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. സുപ്രീം കോടതിയിൽ പരാതിയുമായിട്ട് പോയ ആൾ പോലും ഇതിനെ സ്വീകരിക്കാനായിട്ട് മുന്നിലുണ്ടായിരുന്നു. രണ്ട് മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ ഏകദേശം എല്ലാവരും സഹകരിക്കുന്ന ഒരു സംരംഭം. അതിൽ കോൺഗ്രസ് മാറി നിൽക്കുന്നതിൻ്റെ ആവശ്യം എന്താ? അല്ല, കോൺഗ്രസ് പറയുന്നു, വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാവാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. പൂർത്തിയായ ഒരു വീട്ടിൽ കയറി താമസിച്ച ഒരാളിനെ കാണിച്ചു തരാമോ? ഇത്തരം കൺസ്ട്രക്ഷൻസ് ഒരിക്കലും പൂർത്തിയാവുന്നില്ല. ഇപ്പോഴും നമ്മളുടെ പഴയ ക്ഷേത്രങ്ങളിൽ പോയി നോക്കിയോ, എന്തെങ്കിലുമൊക്കെ പൂർത്തിയാവാതെ കിടപ്പുണ്ടാവും. ക്ഷേത്രങ്ങളുടെ പണി പൂർത്തിയാവുക എന്ന് പറഞ്ഞൊരു ഇവൻ്റില്ല. വീടുകളുടെ പണി പൂർത്തിയാകുക എന്നും ഇവൻ്റില്ല. അതാണ് സുനിലിൻ്റെ പാലുകാച്ചലിനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ നോക്കിയുമ്പോൾ ഇതെന്താ ഇവിടെ, അവിടെ കുറച്ച് ഇതൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് ഇത്രയൊക്കെ മതിയെന്ന് വിചാരിച്ച് കയറി താമസിക്കുക. എത്ര കാലമാണ് പുറത്ത് താമസിക്കുന്നത്? ഇത് സാധാരണ ഏത് പാലുകാച്ചലിന് പോയാലും ഈ വർത്തമാനം കേൾക്കാൻ പറ്റും. ഇത് തന്നെയാണ് രാമൻ എത്ര വർഷം കാത്തു, എത്ര വർഷം. അപ്പോൾ ഏകദേശമൊക്കെ ആയി. എന്നാൽ പിന്നെ അല്ല, അവിടെ പുറത്തൊരു പ്രാകാരം കൂടെ പണിയാനുണ്ട്, അതൊക്കെ നമുക്ക് പതുക്കെ പണിയാം, ഇതിപ്പോൾ നടക്കട്ടെ എന്ന് പ്രതിഷ്ഠ നടക്കുന്നു. അതൊരു വലിയ പണി തീരാത്ത അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തിക്കൂടാന്നൊക്കെയുള്ള വലിയ യോഗശാസ്ത്രമൊക്കെ കോൺഗ്രസ് പഠിച്ചു വെച്ചിരിക്കും. ഇതൊക്കെ വെറുതെ പണി പൂർത്തിയായിരുന്നെങ്കിലും ഇതുപോലെ മറ്റൊരു കാര്യം പറയുമായിരുന്നു. ഇവർ തുടക്കം മുതൽ ഇതിനെതിരാണല്ലോ. അത് തുറന്ന് പറയാം, ഞങ്ങളതിന് എതിരാണ്. സുപ്രീം കോടതി വിധിച്ചു, കാര്യമൊക്കെ ശരി, ബട്ട് വി ഡോണ്ട് ലൈക്ക് ഇറ്റ്, വി ഡോണ്ട് എഗ്രി വിത്ത് സുപ്രീം. ഒരു കാരണം പറയേണ്ടി വരില്ലേ? ഇങ്ങനെ പറയാം, ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ എന്താ ദോഷം? ഞങ്ങൾ മുസ്ലിങ്ങളെ വെറുപ്പിച്ച് ഒരു ക്ഷേത്രം പണി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു, മുസ്ലിങ്ങൾക്കും കൂടെ ഇഷ്ടപ്പെട്ട പോലെയേ ഹിന്ദുക്കൾ പെരുമാറാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല പെരുമാറുന്നത്. സുപ്രീം കോടതി പറഞ്ഞോ പറയാതിരിക്കട്ടെ, ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞ് മാറുന്നതിൽ തെറ്റൊന്നുമില്ല. ശരിക്കും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണോ കോൺഗ്രസ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്? പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മുസ്ലിങ്ങൾക്ക് ദേഷ്യം വന്നാലോ എന്നുള്ള ഭയം, പ്രത്യേകിച്ചും കേരളത്തിൽ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ റഡാറിൽ കേരളം മാത്രമേ ഉള്ളൂ. മാക്സിമം സീറ്റ് എവിടെ നിന്നാണ് കോൺഗ്രസ്സിന്? കേരളത്തിൽ നിന്നാണ്. അപ്പോൾ കേരളത്തെ അവഗണിക്കാൻ പറ്റുമോ? കേരളത്തിൽ മുസ്ലിം ലീഗ് പറഞ്ഞു നിങ്ങൾ പങ്കെടുക്കുമോ പങ്കെടുക്കാതിരിക്കുമോ നിങ്ങളുടെ കാര്യമാണ്, കൈ കഴുകി. സമസ്തയും പറഞ്ഞു ആരെവിടെ പോയി പങ്കെടുത്താലും ഞങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാലും ഇവർക്കൊരു പേടി. കാരണം CPM ഇത് വെച്ച് കുത്തും, കണ്ടോ ഇവൻ രാമക്ഷേത്രത്തിൽ പോയവനാണ്, ഇവനെ വിശ്വസിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ഇളക്കും എന്ന് കോൺഗ്രസിന് പേടി. അതുകൊണ്ട് കോൺഗ്രസ് പോകണം. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അഖിലേന്ത്യാ നയം തീരുമാനിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്നാണ്. ഏകദേശം കേരളത്തിൽ നിന്നാണ്. വേണമെങ്കിൽ സമസ്തയാണെന്ന് പറയാം, അതും പറയാം, ഇൻഡയറക്റ്റ് ആയിട്ട് അതും പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ ഗതികേട് നോക്കുന്നത്, കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കേരളത്തിൽ നിന്നാണ്. CPM-ന് ഏറ്റവും കൂടുതൽ സീറ്റ് എവിടെ നിന്നാണ്? അതും കേരളത്തിൽ നിന്നാണ്. 2 മറ്റേ തമിഴ്നാട്ടിലും ഒരെണ്ണം കേരളത്തിൽ. പക്ഷേ കേരളത്തിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് കേരളമാണ് CPM-ൻ്റെ. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് കേരളമായ സ്ഥിതിക്ക് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി നോക്കി അവർ തീരുമാനം എടുക്കുന്നു. ഇതിനകത്ത് ഞാനൊരു സാധ്യത കണ്ടിരുന്നു. ഇപ്പോൾ അവർ 3 കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, പണി പൂർത്തിയായിട്ടില്ല, BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു. മൂന്നാമത്തെ ഒരു വാലിഡ് പോയിന്റ് ഞാൻ കണ്ടത് വിശ്വാസം, മതവിശ്വാസം വ്യക്തിപരമാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന കോൺഗ്രസ് വേണമെങ്കിൽ മതവിശ്വാസം വ്യക്തിപരമാണ്, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളത് പങ്കെടുക്കുന്നില്ല, എന്നാൽ വ്യക്തികൾക്ക് പങ്കെടുക്കാം എന്ന് പറയാമായിരുന്നല്ലോ. പറയാമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. അത് മിക്കവാറും പറയും 2 ദിവസം കഴിയുമ്പോൾ. കാരണം ഈ ദിഗ്വിജയ് സിംഗ് പോലെയുള്ളവർ, അല്ലെങ്കിൽ DK ശിവകുമാറിനെ പോലെയുള്ളവർ, കർണാടകയിൽ സുനിൽ അറിഞ്ഞില്ലേ, 10-15 ക്ഷേത്രങ്ങളിൽ ഈ സമയത്ത് പൂജ നടത്താനായിട്ട് അവിടുത്തെ ദേവസ്വം ബോർഡ് HRNC ഡിപ്പാർട്ട്മെൻറ്റ് ജിയോ ഇറക്കിയിരിക്കുക കോൺഗ്രസ് ഭരണത്തിൽ. അതെ. അപ്പോഴോ അതിനെ കോൺഗ്രസ് എങ്ങനെ ന്യായീകരിക്കും? അല്ല, ഹിമാചൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ
ഇങ്ങനെയുള്ള കോൺഗ്രസ്സുകാർക്ക് പോകാനായിട്ട് നാളെയോ മറ്റന്നാളെയോ വീണ്ടും പറയും സംഘടന എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് പോകുന്നില്ലെന്നേ ഉള്ളൂ, വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും പോകാൻ കോൺഗ്രസ്സിന് തടസ്സമില്ല എന്ന് ഒരു നിലപാട് വരാൻ സാധ്യതയുണ്ട്. അത്രയധികമാണ് ഈ പ്രോ ഹിന്ദു എലമെൻറ്റ്സ് കോൺഗ്രസ്സിനുള്ളിൽ ചെലുത്തുന്ന പ്രഷർ. അല്ല, അങ്ങനെ വ്യക്തിപരമായി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പോയിക്കോട്ടെ, സംഘടനാ പ്രതിനിധിയായിട്ടല്ല, വ്യക്തികളെന്ന വ്യക്തിപരമായിട്ട് അങ്ങനെ തീരുമാനമെടുത്താൽ കുറച്ചുകൂടെ അവർക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു പൊളിറ്റിക്കലി. ഞാനിത് പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ടല്ല, സോണിയാഗാന്ധി എന്നുള്ള സ്ത്രീ അവിടെ പോകുന്നു, അവരുടെ പ്രായം, അവരുടെ അസുഖം ഇതെല്ലാം മാനിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അവർ ബിയോണ്ട് പൊളിറ്റിക്സാണ്. അതെ, ഇപ്പോൾ LK അദ്വാനി പൊളിറ്റിക്സ് ഉണ്ടോ? ഉണ്ട്, BJP തന്നെ. പക്ഷേ ഇപ്പോൾ പൊളിറ്റിക്സ് ഉണ്ട്, ഒരു വെറ്ററനാണ്, ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവാണോ? അല്ല. അതുപോലെയാണ് കേരളത്തിൽ O രാജഗോപാൽ, വെറ്ററൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ്. ശശി തരൂരിനെ അനുഗ്രഹിക്കും, വീണ്ടും ജയിച്ചു വരാൻ പറയും. അതെ, ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞു ആരെയും അനുഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയ ആൾക്കാർ. അതുപോലെയാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധിക്ക് അവിടെ പോകാമായിരുന്നു, അതിൽ ആരും രാഷ്ട്രീയം പറയുമായിരുന്നില്ല. കോൺഗ്രസ്സിന് ചോദിച്ചാൽ ഇപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ ഇതിൽ പാർട്ടി പൊളിറ്റിക്സിന് എബവ് ആണ്. അവർ പാർട്ടിയുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. അല്പസ്വല്പ അസുഖങ്ങളൊക്കെയാണ്, വാർദ്ധക്യത്തിലാണ്. അവർ പോയി, ക്ഷണിച്ചിരുന്നു, പോയി. അപ്പോൾ കോൺഗ്രസ് പങ്കെടുത്തോ എന്ന് ചോദിച്ചാൽ പങ്കെടുത്തു. എന്നാൽ കോൺഗ്രസ് ആണോ ആ പങ്കെടുത്തത്? അല്ല. എബവ് പൊളിറ്റിക്സ് ഉള്ള ഒരു പരിപാടിയല്ലേ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ. അതിൽ രാഷ്ട്രീയം ഇല്ലല്ലോ. ഇനി ഉണ്ടോ? BJP രാഷ്ട്രീയം കലർത്തുന്നുണ്ടോ? ഇല്ല, BJP രാഷ്ട്രീയം കലർത്തുന്നില്ല. അപ്പോൾ പിന്നെ എന്താ? ഇങ്ങനെ പറഞ്ഞ് ഇത് മാന്യമായിട്ട് തീർക്കാമായിരുന്നു കോൺഗ്രസ്സിന്. അയോധ്യയിലെ ശ്രീരാമൻ ഇപ്പോൾ BJPയുടെ ആണോ? അങ്ങനെയാണോ കോൺഗ്രസ് പറയുന്നത്? ഏകദേശം ഈ ബാക്കിയുള്ളവരെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് BJPയുടെ ആയിട്ട് മാറില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ രാമന് എൻ്റെയും കൂടെ, ഞാനും കൂടെ രാമൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറയാൻ ആരുമില്ലെങ്കിൽ പിന്നെ ബാക്കി നിൽക്കുന്നവരെ BJPയാണ്, അവരുടെ ആയിട്ട് മാറും. അല്ല, രാമൻ മുഴുവൻ ഭാരതീയൻ്റെ അല്ലേ? ഈ ആണെന്ന് ഭാരതീയൻ സമ്മതിക്കണ്ടേ? ഇതല്ലേ ഇതിൻ്റെ തർക്കം. കുറച്ച് ഭാരതീയന്മാർ പറഞ്ഞ് രാമൻ ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു മാർഗവുമില്ല, ഒരു മാർഗവുമില്ല. അതാണ് ഇവർ വന്ന് പെട്ടിരിക്കുന്ന ധർമ്മസങ്കടം. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് എങ്ങനെയായിരിക്കും ഈ രാമക്ഷേത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ ഈ തീരുമാനം സ്വാധീനിക്കുക? ഞാൻ വിചാരിക്കുന്നത് ഒരു 10-20 സീറ്റിൽ ഇത് അഫക്റ്റ് ചെയ്യും. ഒരു 20 സീറ്റിലെങ്കിലും കോൺഗ്രസ്സിന് ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് തിരിച്ചടി കിട്ടും. UPയിലൊന്നും സംഭവിക്കാനില്ല, ഇല്ലല്ലോ പാർട്ടി. അങ്ങനെ പാർട്ടി ഇല്ലെങ്കിലും മറ്റു പല രീതിയിലും നാശനഷ്ടങ്ങൾ സംഭവിക്കും. ഈ പാർട്ടിയെ തൊട്ട് മറ്റവൻ നിൽക്കുമല്ലോ, സമാജ്വാദി പാർട്ടി. അപ്പോൾ കൂടെ നിൽക്കുന്നവനും അടി കിട്ടും. സമാജ്വാദി പാർട്ടി അഖിലേഷൊക്കെ ഏതാണ്ട് അനുകൂലമാണ്. അവിടെ പോകുന്നുണ്ടോ ഇല്ലെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അതിന് കാണാനിരിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ ഇമ്പാക്റ്റ്. ഏതായാലും രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ, രാംലല്ലയുടെ പ്രതിഷ്ഠ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സംഭവവികാസങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു തുടക്കമായി നമുക്കിതിനെ കാണാൻ കഴിയും. എന്നൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. അന്നെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയം കുലുങ്ങിയിട്ടുണ്ട്. 1949 രാംലല്ലയുടെ പ്രതിഷ്ഠ അതിനുള്ളിൽ നടന്നു രാത്രി. അന്നും ഇന്ത്യ കുലുങ്ങി. 1992 മറ്റേ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ പൊളിച്ചു കളഞ്ഞിട്ട് വിഗ്രഹം വെച്ചു. അന്നും ഭാരതം കുലുങ്ങി. ഈ ജനുവരി 22 പ്രാണപ്രതിഷ്ഠ നടക്കും. അന്നും ഭാരതത്തിൽ ഭൂകമ്പം ഉണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ കുലുക്കാനുള്ള ശേഷി കോൺഗ്രസിനുണ്ടോ? ഇപ്പോൾ നോക്കാം. ഏതായാലും ഭഗവാൻ ശ്രീരാമൻ 22-ാം തീയതി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കൺതുറക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ ഇനി എങ്ങനെയുള്ള ഇന്ത്യയാണ് കാണാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.